വോട്ടുകൊള്ള ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണ ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്രയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ബീഹാറിലെ ദേവ്സൂര്യ മന്ദിറിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സന്ദർശനം നടത്തി. ഗയയിലെ പൊതുപരിപാടിയോടെ രണ്ടാം ദിവസത്തെ യാത്ര അവസാനിക്കും. ബീഹാറിലെ കുടുംബ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് രണ്ടാം ദിവസം വോട്ടധികാർ യാത്ര ആരംഭിച്ചത്. രാഹുൽ ഗാന്ധിക്കൊപ്പം RJD നേതാവ് തേജസ്വി യാദവും യാത്രയിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. പൊള്ളുന്ന വെയിലിലും റോഡിന് ഇരുവശത്തുമായി നിരന്ന ജനങ്ങൾ കൊടിവീശിയും പൂക്കൾ നൽകിയും യാത്രയെ വരവേറ്റു. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് നേതാക്കളുടെ യാത്ര മുന്നോട്ട് നീങ്ങി. ബീഹാറിലെ ദേവ്സൂര്യ മന്ദിറിലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സന്ദർശിച്ചു. ഗയയിലെ പൊതുപരിപാടിയോടെ രണ്ടാം ദിവസത്തെ യാത്ര അവസാനിക്കും. 16 ദിവസം 60 മണ്ഡലങ്ങളിലൂടെയായിരിക്കും യാത്ര കടന്നുപോവുക. സെപ്റ്റംബർ 1 മഹാറാലിയോടെ അവസാനം. വോട്ട് കൊള്ളയും വോട്ടർ പട്ടിക പരിഷ്കരണവും ഉയർത്തി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. ആരോപണങ്ങൾ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തള്ളുമ്പോഴും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.